അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണ ജയന്തി വന്നു. ആ ദിവസം കൂടെയുള്ളവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ രാധയായി വേഷമിട്ടു, ഒരു റീൽസും ചെയ്തു. അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഭാഗ്യവതി തന്നെയാണെന്ന്, ഞാനൊരു ഹാപ്പിസ്റ്റ് വുമനാണെന്നും. നമ്മൾ വിചാരിച്ചാൽ എത്ര സന്തോഷമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മളെ കൂടെ ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ ഒറ്റയ്ക്കായാൽ മാത്രമേ ഇതൊക്കെ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റും എന്നൊന്നും പരിഭവിച്ചിരിക്കാതെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഇതെല്ലാം നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ മറികടക്കാൻ പറ്റും. 40 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറ്റാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മെനോപോസിന് നമ്മളെ തളർത്താൻ കഴിയില്ല. എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഞാൻ മാറ്റി തുടങ്ങി. എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ എന്നിലേക്ക് പറിച്ചു നട്ടു. ഒതുക്കി വെച്ച എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറ്റാരെയും വേദനിപ്പിക്കാതെ വിധം ഞാൻ നടത്തിയെടുത്തു തുടങ്ങി. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ മോഹമായ ഡാൻസ് കൂടെ ചേർത്ത് പിടിച്ചു. എങ്കിലും എൻ്റെ ശരീരം എനിക്കിടയ്ക്ക് പണി തരാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ച് എല്ലാം റെഡിയാക്കാൻ നോക്കാറുമുണ്ട്. പണ്ട് നമ്മൾ മാസമുറ ഉള്ളപ്പോൾ വീട്ടിലുള്ള പ്രായമുള്ളവർ നമ്മളോട് മാറി നിൽക്കാൻ പറയാറുണ്ട്. അതൊരു അനാചാരമായി പലർക്കും തോന്നിയെങ്കിലും അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് 4 ദിവസം നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആവുന്നു, ശരീരം ചൂടാവുന്നു, നമുക്ക് റെസ്റ്റ് അത്യാവശ്യമാണ് എന്ന് അവർ മനസ്സിലാക്കിയെന്നാണ്. പ്രസവിച്ചാൽ 3 മാസം നമുക്ക് നല്ല ഫുഡ്, നല്ല റെസ്റ്റ്, അമ്മയും കുട്ടിയും അലിഞ്ഞു ചേരാനുള്ള സമയം എല്ലാം അവർ തന്നിരുന്നു. ഇന്ന് ഏതമ്മയ്ക്ക് അത് കിട്ടുന്നുണ്ട്? ജോലി, തിരക്ക്, പിന്നെ എങ്ങനെയാണ് ബന്ധം അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ വാല്യൂ, സ്നേഹം ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുക? നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ ഒക്കെ ഡോക്ടർ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർ പറയും, നിങ്ങൾ യോഗയ്ക്ക് പോകണം, അല്ലെങ്കിൽ നടക്കാൻ പോകണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ, ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ നല്ലതാണ്. ജിമ്മിൽ പോകാനും പലരും പറയാറുണ്ട്. ജിമ്മിൽ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മളുടെ ഈ ഒരു ഏജിൽ നമുക്ക് എല്ലാ ജിമ്മിൽ പോയിട്ടും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അത് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ട്രെയിനർ അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചെയ്യാൻ നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷനാണ്. അത് ഏത് പ്രായത്തിലുള്ളവർക്കും മെഡിറ്റേഷൻ നല്ലതാണ്. ഒരുവിധം യോഗ ക്ലാസ്സിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ശരിയായ കാരണം എനിക്കതിനോട് താല്പര്യമില്ലായിരുന്നു. നടക്കാൻ പോകാൻ എനിക്ക് മടിയായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടം ഡാൻസായിരുന്നു. അപ്പം ഞാൻ അത് സെലക്ട് ചെയ്തു. കാരണം അതിലാണ് ഞാൻ ഹാപ്പി ആയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തർക്കും എന്താണ് ഇഷ്ടമുള്ളത് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ ചേർത്ത് പിടിച്ച് അതിലേക്ക് അലിഞ്ഞു ചേർന്നാൽ ഇതൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകാം. ഇനിയൊന്നും പഴയപടി ആക്കൽ നമുക്ക് പറ്റില്ല. എങ്കിലും സമാധാനപരമായ ഒരു ജീവിതം കൊതിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നല്ല രീതിയിൽ മറികടക്കാൻ പറ്റും. സംഭവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല, അതിനോടുള്ള പ്രതികരണങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവും. ഇനി ഈ സമയത്ത് കഴിക്കാവുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത വീഡിയോയിൽ. അതുവരേക്കും